ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. ഇത് സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. അങ്ങനെ നിഫ്റ്റി ഇന്ന് ഏറെ നാളുകൾക്ക് ശേഷം 10 ദിവസം തുടർച്ചയായ ഇടിവിന് ശേഷം നിഫ്റ്റി ഈ മന്തിലെ ഏറ്റവും വലിയൊരു ഹൈ, അതല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 30 ദിവസത്തെ ഏറ്റവും വലിയൊരു സിംഗിൾ ഡേ റാലിക്ക് ഇന്ന് നിഫ്റ്റി കാരണമായിട്ടുണ്ട്. 740 പോയിൻ്റാണ് ഇന്ന് സെൻസെക്സ് ഉയർന്നത്. നിഫ്റ്റി 250 പോയിൻറ്റിൻ്റെ ഒരു റാലി രേഖപ്പെടുത്തി. മിഡ് ക്യാപ്പ് ഇൻഡെക്സും ഏകദേശം ഒരു 5% ഒരു റാലി രേഖപ്പെടുത്തി. അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകൾ ഇന്ന് ഷൈൻ ചെയ്തു. മെറ്റൽ സ്റ്റോക്കുകൾ ഇന്ന് 4% റാലി രേഖപ്പെടുത്തി. ചൈനയെല്ലാം തന്നെ സ്റ്റിമുലസ് പാക്കേജുകളെല്ലാം തന്നെ ഏർപ്പെടുത്തുന്ന ഉള്ള ന്യൂസ് നമ്മൾ ചൈനീസ് മാർക്കറ്റിൽ നിന്ന് കണ്ടു. അത് ഇന്ത്യൻ സ്റ്റീൽ സെക്ടറിന് അത് ഗുണകരമായിട്ടുണ്ട്. BEL, HAL തുടങ്ങിയ ഡിഫൻസ് സെക്ടറിലുള്ള സ്റ്റോക്കുകളും ഇന്ന് പോസിറ്റീവായിട്ട് ക്ലോസ് രേഖപ്പെടുത്തി. അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകളും പോസിറ്റീവായിട്ട് ക്ലോസ് രേഖപ്പെടുത്തി. BEL ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ₹1.50 ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുറച്ച് ഈ ടെസ്ലയുടെ കടന്നവര് കാരണം ഏറെ നാളുകളായിട്ട് ഇടിവിലായിരുന്ന മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര പോസിറ്റീവായിട്ടുള്ള ബ്രോക്കറെ അപ്ഗ്രേഡ് ചെയ്ത് കാരണം ഇന്ന് നിഫ്റ്റി 50-ൽ ടോപ്പ് ഗെയിനർ ആയിട്ടുണ്ട് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര. മഹീന്ദ്ര മാത്രമല്ല, പവർ ഗ്രിഡും അദാനി എൻ്റർപ്രൈസസും ടാറ്റ സ്റ്റീലും അദാനി പോർട്ടും. അപ്പോൾ അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകളിൽ നിന്ന് 2 കമ്പനിയാണ് ഇന്ന് നിഫ്റ്റി 50-ൽ ടോപ്പ് ഗെയിനർ ആയിട്ടുള്ളത്. ബജാജ് ഫിനാൻസ്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, HDFC ബാങ്ക് തുടങ്ങിയ ബാങ്കിങ് സെക്ടറിലുള്ള കമ്പനീസ് ഇന്ന് വീക്കായിരുന്നു, റെഡിൽ ക്ലോസ് ചെയ്തു. ബജാജ് ഫിനാൻസ് മാത്രം 3.35% ഒരു ഫോള് കണ്ടു. അതുകൊണ്ടാണ് നിഫ്റ്റി ഇന്ന് അതിശക്തമായിട്ട് ഉയർന്നിട്ടും അല്ലെങ്കിൽ സെൻസെക്സ് ഉയർന്നിട്ടും ഫിൻനിഫ്റ്റി ഇന്ന് ഉയരാത്തതിൻ്റെ കാരണവും ഏറെക്കുറെ ബാങ്ക് നിഫ്റ്റിയുടെ പ്രൊപ്പോർഷനായിട്ട് റാലി രേഖപ്പെടുത്താത്തതിൻ്റെ കാരണവും ഈ ഒരു ബാങ്ക് നിഫ്റ്റിയിലും അല്ലെങ്കിൽ ഫിൻനിഫ്റ്റിയിലും തന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ബജാജ് ഫിനാൻസും ഇൻഡസ്ഇൻഡ് ബാങ്കും HDFC ബാങ്കും റെഡിൽ ക്ലോസ് ചെയ്തത് കൊണ്ടാണ്. IT സെക്ടർ ഇന്ന് മിഡ് ക്യാപ്പ് IT സെക്ടർ ഇന്ന് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. കോഫോർജ് എല്ലാം തന്നെ 8% ഒരു റാലി കണ്ടു. കോഫോർജിൻ്റെ 1.56 ബില്യൻ്റെ മൾട്ടി ഇയർ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ് നമ്മൾ കണ്ടിരുന്നു. BSE ലിസ്റ്റഡ് കമ്പനീസ് ഇനി സിംഗിൾ ഡേ കൊണ്ട് 8 lakh ക്രോഡ്സ് മാർക്കറ്റ് ക്യാപ്പ് ആഡായിട്ടുണ്ട്. നിഫ്റ്റി 50-ൽ 45 കമ്പനീസും ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു റാലി ഈ മാർക്കറ്റ് റീബൗണ്ട് ആയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 22,000 എന്ന് പറയുന്ന മേജർ സപ്പോർട്ട് സോൺ മൾട്ടിപ്പിൾ ടൈംസ് സപ്പോർട്ട് എടുത്തതിന് ശേഷം അവിടെ നിന്ന് നല്ലൊരു ബൈയിങ് നമുക്കിന്ന് കിട്ടി. ഡിഫൻസ്, IT, ബാങ്കില്ല, ഡിഫൻസ്, ITയും മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളിലും ഇന്ന് നല്ല രീതിയിലുള്ളൊരു ബൈയിങ് കണ്ടു. ഹിറ്റാച്ചി എനർജീനെല്ലാം തന്നെ ഗോൾഡ്മാൻ സാക്ക് അപ്ഗ്രേഡ് ചെയ്തതായിട്ടുള്ളൊരു ന്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ ഫാർമ സെക്ടറിൽ നിന്ന് സൈഡസ് ലൈഫ് സയൻസ് അവരുടെ പുതിയ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം കിട്ടിയതായിട്ടുള്ളൊരു ന്യൂസ് ഉണ്ട്. വിപ്രോ, IT കമ്പനിയായിട്ടുള്ള വിപ്രോ, അവർ AI പ്ലാറ്റ്ഫോം ടെൽക്കോ A1360 എന്ന് പറയുന്ന ടെലികോം സെക്ടറിനെ സപ്പോർട്ട് ചെയ്തതിന് വേണ്ടിയിട്ടുള്ള AI പ്ലാറ്റ്ഫോം വിപ്രോ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തതായിട്ടുള്ളൊരു ന്യൂസാണുള്ളത്. ലുപ്പിൻ, ഫാർമ കമ്പനിയായിട്ടുള്ള ലുപ്പിനും അവരുടെ പുതിയ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. കൂടാതെ തന്നെ ലുപ്പിന് സിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്ന ബ്രോക്കറിംഗ് ഏജൻസി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് മാത്രമല്ല, ഇന്ന് റുപ്പീസ് നോക്കുകയാണെങ്കിൽ 1 വീക്ക് ഹൈയിലാണ് ഡോളറിന് അഗെയിൻസ്റ്റ് ആയിട്ട് റുപ്പീസ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇങ്ങനെയൊക്കെയാണെങ്കിൽ കൂടിയും BSE എന്ന് പറയുന്ന കമ്പനി, BSE ലിസ്റ്റഡ് കമ്പനീസ് ഓവറോൾ മാർക്കറ്റ് ക്യാപ്പ് 9 lakh ക്രോഡ്സ് ആഡ് ചെയ്തെങ്കിൽ കൂടിയും BSE എന്ന് പറയുന്ന സിംഗിൾ കമ്പനി ഇന്ന് ഏകദേശം ഒരു 9% ഒക്കെ അടുത്ത് ഒരു ഫോള് രേഖപ്പെടുത്തി. ബ്രോക്കറിംഗ് ഡൗൺഗ്രേഡ് ചെയ്തു, ഗോൾഡ്മാൻ സാക്ക് ഡൗൺഗ്രേഡ് ചെയ്തു. അതുമാത്രമല്ല, ഈ NSE അവരുടെ എക്സ്പയറി വ്യാഴാഴ്ചയിൽ നിന്ന് തിങ്കളാഴ്ചയിലേക്ക് മാറി. അപ്പോൾ ഏറെക്കുറെ ഈ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്നത് BSEക്കായിരുന്നു, സെൻസെക്സിൻ്റെ എക്സ്പയറി കാരണം. അപ്പോൾ അത് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം BSEക്ക് അത് ദോഷകരമായിട്ട് ഭവിച്ചു. അപ്പോൾ മാർക്കറ്റിൽ ഈ എക്സ്പയറീസ് എല്ലാം തന്നെ തലങ്ങും വിലങ്ങും മാറുകയാണ്, പല തീരുമാനങ്ങളും എടുക്കുകയാണ്. അതിനോടൊത്ത് നമ്മളും നീങ്ങേണ്ടതായിട്ടുണ്ട്. നിഫ്റ്റിയുടെ എക്സ്പയറി വ്യാഴാഴ്ച എന്ന് പറയുന്ന ഒരു ഡേ കാലങ്ങളായിട്ട് നമ്മൾ അത് തന്നെയാണ് പഠിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിനാണ് ഒരു വലിയൊരു ചേഞ്ചസ് വരുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾക്കും അല്ലെങ്കിൽ പഠിപ്പിച്ച കാര്യങ്ങൾക്കും എല്ലാം തന്നെ ചേഞ്ചസ് വലിയ തോതിൽ വരുന്നുണ്ട് എന്നുള്ളത് വളരെയധികം കൗതുകം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം നിഫ്റ്റിയുടെ എല്ലാം തന്നെ എക്സ്പയറി മാറ്റുക എന്ന് പറയുന്നത് നമുക്ക് സ്വപ്നത്തിൽ പോലും നമ്മൾ ചിന്തിച്ചിരുന്നില്ല. ടാറ്റ മോട്ടോഴ്സ് ഇന്ന് റൈസ് ചെയ്തിട്ടുണ്ട്, റാലി രേഖപ്പെടുത്തി. മോർഗൻ സ്റ്റാൻലി എന്ന് പറയുന്ന ബ്രോക്കറിംഗ് സ്ഥാപനം അപ്ഗ്രേഡ് ചെയ്തു. ഇവരുടെ GLR-നെല്ലാം സെയിൽസ് US ഡൗൺ ആണെങ്കിൽ കൂടിയും ഈ ഒരു അപ്ഗ്രേഡ് ചെയ്ത കാരണം കൊണ്ടും അല്ലെങ്കിൽ ഓവറോൾ ഈ ഒരു ഓട്ടോ സെക്ടറിൽ ഒരു ഇടിവ് കണ്ടു, ഒരു ഫ്രഷ് ബൈയിങ് ചെയ്തു എന്നുള്ള കാരണം കൊണ്ടുമാണ് ഇന്ന് ടാറ്റ മോട്ടോഴ്സ്
പോസിറ്റീവിൽ ക്ലോസ് ചെയ്തത്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ GLRൻ്റെ സെയിൽസ് യുഎസിൽ കുറഞ്ഞിട്ടുണ്ട്. TCS IT കമ്പനിയാണ്. TCS വെൻറ്റേജ് എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. ഒലയുടെ ഭാഗത്തു നിന്ന് ഏറെക്കുറെ ഇടിവിലായിരുന്നു ഒല ഇന്ന് ഒരു പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. PLI സ്കീം വഴി ഒലക്ക് 73 കോടി രൂപയുടെ ഇൻസെൻറ്റീവ് ലഭിച്ചതായിട്ടുള്ള ഒരു ന്യൂസാണ് ഒലേനെ സംബന്ധിച്ചുള്ളത്. ഇന്ന് പ്രധാനമായിട്ടുള്ളൊരു ന്യൂസ് ഉള്ളത് ലൈഫ് സ്റ്റോക്ക് ഹെൽത്ത് കെയർ ഡിസീസ് തടയുന്നതിന് വേണ്ടി, അതായത് കന്നുകാലി അങ്ങനെയുള്ള ഡിസീസ് തടയുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കൺട്രോൾ പ്രോഗ്രാംസ് ഗവൺമെൻറ് പുതിയതായിട്ട് ഏർപ്പെടുത്തി. അപ്പോൾ അത് ആ മേഖലയിലുള്ള കമ്പനീസിന് ഗുണകരമായി. എസ്പെഷ്യലി വെങ്കീസ് എന്ന് പറയുന്ന കമ്പനി. വെങ്കീസ് എന്ന് പറയുന്നത് കോഴി പല പല KFC അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫാസ്റ്റ് ഫുഡിനെല്ലാം തന്നെ ചിക്കൻ സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ് വെങ്കീസ്. അതുപോലെ തന്നെ ഈ കോഴി വളർത്തലിന് വേണ്ടിയിട്ട് പല പല ഉപകരണങ്ങളുണ്ട്. അതായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് അറിയാം. പല പല എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ഇവരുടെ എല്ലാം തന്നെ ചിക്കൻ്റെ എല്ലാം തന്നെ ഹീറ്റ് മെഷർ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ എഗ്സിൻ്റെ, അങ്ങനെ പല പല ആ ഒരു സെറ്റപ്പ് ഉണ്ട്. ആ ഒരു കോഴി വളർത്തലൊക്കെ ആ ഒരു പല പല മെഷീനറീസ് ഇതും ഉണ്ടാക്കുന്നതും, അല്ലെങ്കിൽ ഈ കോഴി വളർത്തലിന് വേണ്ടിയിട്ടുള്ള ഈ ഫുഡ്സ് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ് വെങ്കീസ്. അപ്പോൾ പണ്ടൊക്കെ വെങ്കീസ് എല്ലാ ആളുകളും ഫോക്കസ് ചെയ്യുന്ന ഒരു സ്റ്റോക്കായിരുന്നു. അതിനുശേഷം ഒരു കറക്ഷൻ രേഖപ്പെടുത്തി. അപ്പോൾ എനിവേ ആ സ്റ്റോക്കും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു ലൈഫ് സ്റ്റോക്ക് ഹെൽത്ത് കെയർ സെക്ടറിലുള്ള സ്റ്റോക്കിനെ സംബന്ധിച്ചുള്ള ന്യൂസാണ് ഇതുള്ളത്. ജെയ് കോർപ്പ് എന്ന് പറയുന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, CBI ഇവരുടെ ചെയർമാൻ ജെയർ കോർപ്പിൻ്റെ ചെയർമാനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള ന്യൂസ് ഉണ്ട്. ഇതെല്ലാം തന്നെ ന്യൂസുകളാണ്. ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ന്യൂസുകളാണ്. ഇത് നമ്മൾ ഒരിക്കലും ഒരു സ്റ്റോക്കിനെ പറ്റി പോസിറ്റീവായിട്ട് പറയുമ്പോൾ ആ സ്റ്റോക്ക് കയറുമെന്നോ നെഗറ്റീവായിട്ട് പറയുമ്പോൾ അത് ഇടിയുമെന്നൊന്നുമില്ല. അത് തരുന്ന ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഉണ്ടാവാം. നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് ന്യൂസുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുക എന്നുള്ളതാണ്. ഇപ്പോഴും ആളുകൾ ആ സ്റ്റോക്ക് ബൈ ചെയ്യാമോ, ഈ സ്റ്റോക്ക് ഇടിയുമോ, ഈ സ്റ്റോക്ക് പറക്കുമോ എന്നുള്ള രീതിയിൽ കമൻറ്റിൽ ചോദിക്കാറുണ്ട്. നമുക്ക് അങ്ങനെയുള്ള കമൻറ്റുകൾക്കൊന്നും മറുപടി പറയാറില്ല, അങ്ങനെ പറയാനും സാധിക്കില്ല. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും താഴെ കാണാൻ ഡാക്സ് ഗംഭീര റാലി, 3.56% റാലി. അപ്പോൾ ഇന്നലെ ഇത്രയും പോയിന്റ് ഇടിഞ്ഞിരുന്നു, ഇന്ന് ഇത്രയും പോയിന്റ് കയറി. ഡാക്സ് ജർമ്മൻ മാർക്കറ്റാണ്. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റ്, CAC 40 ഫ്രാൻസ് മാർക്കറ്റ് 2% റാലി. FTSE UK മാർക്കറ്റ് 0.63% റാലി. ഒട്ടുമിക്ക ഏഷ്യൻ മാർക്കറ്റും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. US ഫ്യൂച്ചർ പോസിറ്റീവാണ്. ഏറ്റവും ടോപ്പിലേക്ക് പോവുകയാണെങ്കിൽ ബിറ്റ്കോയിൻ 88,000, ഏറ്റവും ടോപ്പിൽ നിന്ന് രണ്ടാമത് പോവുകയാണെങ്കിൽ ബ്രെൻഡ് ഓയിൽ 70, അതിനും താഴെ പോവുകയാണെങ്കിൽ ഗോൾഡ് $2,944 പെർ ഔൺസ് എന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡിങ് തുടരുന്നത്. അപ്പോൾ എനിവേ ഈ വരുന്ന ശനിയാഴ്ച ദിവസം നമ്മൾ കൊച്ചിയിൽ വെച്ചിട്ട് ബേസിക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഫണ്ടമെൻ്റൽ ടെക്നിക്കൽ അനാലിസിസും ഇൻട്രാഡേ ലോങ് ടൈം സ്വിംഗ് ടൈം സ്ട്രാറ്റജീസ് എല്ലാം തന്നെ ഡിസ്കസ് ചെയ്യുന്ന ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്. നമ്മൾ ഓഫീസ് റൂമിൽ ഇരുന്നാണ് പഠിക്കുന്നത്. അപ്പോൾ അതിന് താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും ഫസ്റ്റ് കമൻറ്റിൽ നമ്പർ ഉണ്ട്, അതിൽ വാട്സപ്പ് ചെയ്യുക, കോൾ ചെയ്യാം, എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ബന്ധപ്പെടാം. അപ്പോൾ എല്ലാവർക്കും രാത്രി നേരുന്നു. മാർക്കറ്റ് ഒരു റിക്കവറി രേഖപ്പെടുത്തി. ഇനി അങ്ങോട്ട് പുത്തൻ പ്രതീക്ഷകളും ഗ്രീനിലും നമ്മുടെ പോർട്ട്ഫോളിയോ എല്ലാം തന്നെ പഴയ പ്രതാപകാലത്തേക്കൊക്കെ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. കാരണം ഇന്നലെ ഞാനൊരു ഇൻ്റർവ്യൂ കണ്ടു നമ്മളുടെ ബിഗ് ബുൾ രാകേഷ് ജിയുടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പഴയ ഇൻ്റർവ്യൂ ആണെങ്കിൽ കൂടി അദ്ദേഹം പറയുന്നത് നിഫ്റ്റി ഇപ്പോൾ ഇയർ ഓൺ ഇയർ നമുക്കറിയാം ഒരു 10% മുകളിൽ നിഫ്റ്റിയുടെ ശരാശരി ഏണിംഗ് ഒക്കെ എന്ന് പറയുന്നത് ഒരു 15%ഒക്കെയാണ്. അപ്പോൾ അത്തരത്തിൽ ഏണിംഗ് ഒക്കെ കിട്ടിപ്പോവുകയാണെങ്കിൽ നിഫ്റ്റി എല്ലാം തന്നെ ഒരു 1 lakh ഒക്കെ പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹം പറയും. അപ്പോൾ ഇൻ്റർവ്യൂ 1 lakh അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കും സെൻസെക്സ് ആണോ എന്ന്. കാരണം സെൻസെക്സിൻ്റെ സ്പോട്ട് നമുക്കറിയാം 80,000 അപ്പോൾ അല്ല, സെൻസെക്സ് അല്ല നിഫ്റ്റിയാണെന്ന് അദ്ദേഹം വീണ്ടും കറക്റ്റ് ചെയ്ത് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ നിഫ്റ്റി സ്റ്റിൽ 26 ഹൈ പോയി, ഇപ്പോൾ വീണ്ടും നമുക്ക് 22.3 നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു നിഫ്റ്റീനെയാണ് അദ്ദേഹം അത്ര പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് പറയുന്നത്. അദ്ദേഹം ഇപ്പം നമ്മുടെ കൂടെ ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസ് ഇപ്പോഴും അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിൽ ആണ് ഇന്ത്യൻ നിക്ഷേപകർ വലിയ ശുഭാപ്തി വിശ്വാസത്തോടെയൊക്കെയാണ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇവിടെ ട്രേഡ് ചെയ്യുന്ന ആളുകൾ നമ്മൾ തന്നെ ഈ ഒരു മേഖലേനെ വില കുറച്ച് കാണരുത്. കാരണം ഇതായിട്ട് ബന്ധപ്പെട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകളെല്ലാം തന്നെ ഇതൊരു കരിയറൊക്കെ ആക്കി ചെയ്യാനൊക്കെ ആയിട്ട് പോകുകയാണ്. അതായത് സമൂഹത്തിൽ ട്രേഡ് ചെയ്യുന്ന ആളുകളെ ഒരു കരിയർ, അതായത് അവൻ ഒരു ജോലി ചെയ്യുന്നുള്ളൊരു പെർസ്പെക്റ്റീവിൽ സമൂഹം അംഗീകരിച്ച് വരുമ്പോൾ തന്നെയാണ് ഇത് ചെയ്യുന്ന ആളുകൾ തന്നെ ഇതിൻ്റെ വില ഇടിക്കുന്നത്. അപ്പോൾ ഇത് കരിയറായിട്ട് ഇത് മറ്റുള്ള ആളുകൾ ഇതിനെ അംഗീകരിക്കുകയില്ല. നമ്മൾ തന്നെ ഇതിൻ്റെ വില ഇടിച്ച് കാണിക്കരുത്. മാർക്കറ്റ് ഇടിഞ്ഞു, ഇത് ഇതിൻ്റെ ഒരു ഭാഗമാണെന്ന് എന്ന് വേണം നമ്മൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാത്ത ആളുകളെ അവരോട് പറയാൻ. ഞാനിപ്പോൾ പറയുന്നത് സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ഞാൻ വളരെ കുറച്ചാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറുള്ളെങ്കിലും ഇതായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളെല്ലാം പൊതുവെ ഒരു നെഗറ്റീവ് മഴയാണ് എല്ലാ സ്ഥലത്തും ഉള്ളത്.
അങ്ങനെ വരുമ്പോൾ ഈ ഒരു മേഖലയിലേക്ക് പുതിയ ആളുകളെ ആകർഷിക്കുകയോ ഇല്ല. അപ്പോൾ അതൊക്കെ ആലോചിക്കുക. താങ്ക് യു.